എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക വായനാ ദിനമാണല്ലോ. ലോക വായനാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലുയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ വായിച്ചതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ അറിവുകളും ഗൂഗിളിലാണല്ലോ. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ സഹായത്തോടെ എല്ലാ അറിവുകളും നമ്മളുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിന്നും നമ്മൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുടെ പ്രസക്തി. നമ്മളിപ്പോൾ വായിച്ചതുകൊണ്ട് അറിവ് കിട്ടും എന്ന് പറയുന്നുണ്ട്, വളരാൻ വേണ്ടിയിട്ട് വായിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഇന്നിപ്പോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വായനയിലൂടെ നമുക്ക് ധാരാളം ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടി ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, വായിച്ചതുകൊണ്ട് എന്താണ് ആരോഗ്യത്തിന് ഗുണം കിട്ടാൻ പോകുന്നതെന്ന്. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യപരമായിട്ട് ഉള്ള ഒരു 7ഓളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി കഴിഞ്ഞ ദിവസം ഒരു ജേർണലിൽ വായിക്കാനിടയായി. ഹെൽത്തുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറി പവറും അതുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ ബ്രെയിനും അതുമായി ബന്ധപ്പെട്ട ഓർമ്മശക്തിയും നമ്മളുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് പുസ്തകത്തോട് ചങ്ങാത്തം കൂടുമ്പോൾ ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ സാധിക്കും. ഇന്ന് ലോകത്തെല്ലാം അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ്. UK-ലൊക്കെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് സമ്പന്ന രാജ്യങ്ങളിലാണ്. അപ്പോൾ ഡോക്ടർമാരെ കണ്ട് മരുന്ന് കൊടുത്ത് ചികിത്സ നടത്തിയ ശേഷം ഡോക്ടർമാർ പറയുന്നത് അവരുടേതായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ വായിക്കാനാണ് പറയുന്നത്. വായനയിലൂടെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നാഷണൽ ഹെൽത്ത് മിഷൻ UK ഒരു റിസർച്ച് വഴി കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതേമാതിരി പുസ്തകങ്ങൾ നമ്മളുടേതായ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും മൊത്തത്തിൽ ഏകോപിപ്പിക്കുവാനും പല സാഹചര്യങ്ങളിൽ പ്രൊഫഷണൽസിന്, ഇപ്പോൾ എഞ്ചിനീയർമാർക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ അവരുടെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനത്തിലൂടെ അവരുടെ പ്രൊഫഷണലായിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുവാനും ക്ലയൻസുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുവാനും അവരുടെ പുസ്തക വായന അവരെ സഹായിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വായനയിലൂടെ വെറും വായന മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം ബെനിഫിറ്റുകൾ ഇതുവഴി കിട്ടും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിലും അവരുടെ മാനസികാരോഗ്യത്തിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും പൂർണ്ണമായിട്ട് മെച്ചപ്പെടുത്താൻ ആഗ്രഹമുള്ള എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ദിവസം ഒരു 15 മിനിറ്റ് മുതൽ അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അവരവർക്ക് താല്പര്യമുള്ള മേഖലകളിലുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും അതുവഴി നല്ല സാമൂഹിക ബന്ധങ്ങളും നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. ഒരു ചൊല്ലുണ്ട്, നമുക്ക് ഒരാളോട് ഒരു പ്രതികാരം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല അതിനുള്ള മാർഗം ചെയ്യാമായിരുന്നിട്ടും ആ പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള മഹത്തായ ആശയങ്ങളൊക്കെ ചില പുസ്തകങ്ങളിലും കഥകളിലും ഒക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് വഴി നമുക്ക് നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുവാനും വളരെ മനഃശാസ്ത്രപരമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാനും സാധിക്കും. ഇപ്പോൾ പൗലോ കൊയ്ലോ അല്ലെങ്കിൽ റോബിൻ ശർമ്മ ഇങ്ങനെയുള്ള വിശ്വസാഹിത്യകാരന്മാർ എഴുതിയ പല പുസ്തകങ്ങളും നമുക്ക് പല അവസരങ്ങളിലും നമുക്ക് അവരുടെ കോട്ടുകൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കൊരു നല്ല ഒരു പ്രാസംഗികനായിട്ട് പോലും മാറുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ധാരാളം പുസ്തകങ്ങളുണ്ട്. ചുരുങ്ങിയത് നമ്മളൊരു 100 പുസ്തകങ്ങളെങ്കിലും സെലക്ട് ചെയ്ത് വായിക്കുവാൻ നമുക്ക് സാധിക്കണം. പോട്ടെ,
ഒരു 50 പുസ്തകങ്ങളെങ്കിലും, വിശ്വപ്രസിദ്ധമായ ഒരു 50 പുസ്തകങ്ങളെങ്കിലും നമ്മൾക്ക് കണ്ടെത്തി അത് വായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ വായനാ ദിനത്തിൽ എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഞാനിത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു പുസ്തക ശേഖരം തന്നെ ഞാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ 50 അല്ലെ 1 കോടി രൂപ മുടക്കി ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ മാനസികവും ശരീരവും ആരോഗ്യത്തിന് വേണ്ടി അവിടെ ഒരു നല്ല ബുക്ക് ഷെൽഫ് ഉണ്ടായിരിക്കണം എന്ന് ഞാനിവിടെ വായിക്കുകയുണ്ടായി. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ആദ്യമായിട്ട് നമ്മളെ എതിരേൽക്കുന്നത് ഒരു പുസ്തക ശേഖരമായിരിക്കണം. ഒരു നല്ല ലൈബ്രറിയുള്ള ഒരു വീട്, അതിൽ വായനാശീലമുള്ള കുടുംബാംഗങ്ങൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രത്യേക അന്തരീക്ഷമാണ് വീടിന് തരിക. അതുകൊണ്ട് എല്ലാവരും ഈ വായനാ ദിനത്തിൽ നമ്മൾ ഒരു ശപഥമെടുക്കുക. അടുത്ത ഒരു 5 വർഷത്തിനകം അല്ലെങ്കിൽ 10 വർഷത്തിനകം നമ്മൾ ഒരു 100 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 200 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് വായിച്ച് അതിൽ വരുന്ന ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഗുണമാണ്, നമുക്ക് ഒരു കാര്യം ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുവാൻ വാക്കുകൾ വേണം. വൊക്കാബുലറി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വയക്കരയിലുള്ള ഒരു റൂറൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അവിടെ ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കുകയൊക്കെ ഉള്ളൊരു അനുഭവം എനിക്കുണ്ട്. ഇപ്പോഴും അതുകൊണ്ട് തന്നെ എൻ്റെ മെമ്മറി പവറും എൻ്റെ മൊത്തത്തിലുള്ള ചിന്താശക്തിയും ഒക്കെ അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വായനാ ദിനത്തിൽ ആശംസ അർപ്പിക്കുന്നതോടൊപ്പം ഒരു നല്ല വായനാശീലം, നിങ്ങളുടെ നല്ല കൂട്ടുകാർ പുസ്തകങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.